നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയെ ആകെ നടുക്കിയ പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ചാശ്രമത്തിൽ 13 പ്രതികളെ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഇവരെ അറസ്റ്റ് ചെയ്തു. ഇവരിപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. 4 പേരെ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടാനുണ്ട്. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർച്ച ചെയ്ത കേസിൽ 9 പേരെ കൂടി കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം 13ആയി. നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട സംഘം കവർച്ച നടത്തിയത് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണെന്ന് മലപ്പുറം SP R വിശ്വനാഥ IPS പറഞ്ഞു. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി വിപിൻ, താമരശ്ശേരി അടിവാരം സ്വദേശികളായ ആലമ്പടി ഷിഹാബുദ്ദീൻ, അനസ്, പിണറായി സ്വദേശി അനന്തു, തൃശൂർ സ്വദേശി പാട്ടത്ത് മിഥുൻ, പാട്ടുരയ്ക്കൽ സ്വദേശി കുറിയേടത്ത് മനയിൽ അർജുൻ, പീച്ചി സ്വദേശി സതീഷ്, കണ്ണറ സ്വദേശി ലിസൺ എന്നിവരെയാണ് കണ്ണൂർ, തൃശൂർ, താമരശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നായി മലപ്പുറം SP R വിശ്വനാഥ് IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. കൂത്തുപറമ്പ് പാട്ടിയം സ്വദേശികളായ നിജിൽ രാജ, പ്രിജിൻലാൽ, തൃശൂർ സ്വദേശി സജിത്ത് കുമാർ, എളവള്ളി സ്വദേശി നിഖിൽ എന്നിവരെ കവർച്ച നടത്തി തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വഴി തന്നെ തൃശൂർ പോലീസ് പിടികൂടിയിരുന്നു. നവംബർ 21-ാം തീയതി വ്യാഴാഴ്ച രാത്രി 8:30യോടെയാണ് നാടിനെ നടുക്കിയ സ്വർണ്ണ കവർച്ചയുണ്ടായത്. പെരിന്തൽമണ്ണയിലെ KM ജ്വല്ലറി എന്ന സ്ഥാപനമടച്ച് സ്വർണവുമായി വീട്ടിലേക്ക് പോകുകയായിരുന്ന സഹോദരന്മാരായ യൂസഫിനെയും ഷാനവാസിനെയും കാറിൽ പിറകെ വന്ന 9ഓളം വരുന്ന സംഘം ആക്രമിച്ച് സ്വർണം കവർച്ച ചെയ്യുകയായിരുന്നു. ദിവസങ്ങളോളം ആസൂത്രണം നടത്തിയ ശേഷമാണ് സംഘം ഇത്ര വലിയൊരു മോഷണം നടത്തിയത്. ഒരു കൊലപാതക കേസിൽ സെൻട്രൽ ജയിലിൽ കഴിയുന്ന വിപിൻ, ജയിലിനകത്ത് വെച്ച് പരിചയപ്പെട്ട ഷിഹാബ്, അനസ് എന്നിവരിൽ നിന്നും പെരിന്തൽമണ്ണയിലെ ജ്വല്ലറികളെക്കുറിച്ച് അറിയുകയും സുഹൃത്ത് അനന്ത് മുഖേന കണ്ണൂർ, തൃശൂർ എന്നിവിടങ്ങളിലുള്ള സംഘത്തെ അറിയിക്കുകയുമായിരുന്നു. സംഘത്തിൽപ്പെട്ട നിജിൽ രാജ, സലീഷ് എന്നിവർ പെരിന്തൽമണ്ണയിലെത്തി ജ്വല്ലറിയെ ചുറ്റിപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷമാണ് വ്യാഴാഴ്ച കവർച്ച ചെയ്തത്. കവർച്ചയ്ക്ക് ശേഷം സംഘത്തിലെ 4 പേർ ഷൊർണൂരിൽ ഇറങ്ങി. ബാക്കിയുള്ളവർ തൃശൂരിലേക്ക് പോകും വഴിയാണ് പോലീസിന്റെ പിടിയിലായത്. സംഘത്തിലെ മറ്റുള്ളവരെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചതായും മറ്റു സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചതായും SP R വിശ്വനാഥ് IPS പറഞ്ഞു. ഇവരിങ്ങനത്തെ റെഗുലർ തെഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ മേഖല, മലബാർ മേഖലയിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന ആൾക്കാരാണ്. അവരുടെ കണ്ണിൽപ്പെട്ടാണ്. അപ്പോൾ ഞങ്ങളും ആദ്യം സംശയിച്ചിരുന്നു. കാരണം വർഷങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ജ്വല്ലറിയാണ്. അത് ഇവിടുത്തെ ആരും പങ്കെടുത്തിട്ടുമില്ല. അപ്പോൾ നോക്കുമ്പോൾ കൃത്യമാണ് ഇവർ ഈ 11-ാം തീയതിയിലത്തെ ഓപ്പറേഷന് ഇവരിവിടെ 11-ാം തീയതി പ്ലാൻ ചെയ്ത ഓപ്പറേഷനിൽ അവരിവിടെ വന്നിരുന്നു, അന്നത്തെ പ്ലാനിങ്ങിനകത്ത്. അപ്പോൾ അവരുടെ ടവർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് അവിടെ നിന്ന് വാഹനത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം, ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അവരത് കൺഫെഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഏതാണ്ട് 1.5-2 വർഷം മുമ്പാണ് അവരിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരുപക്ഷെ അന്ന് കുത്തി തുറക്കാനായിട്ടുള്ള പ്ലാൻ ആയിരുന്നിരിക്കാം. പക്ഷേ കുറച്ചുകൂടി എളുപ്പമുള്ള മാർഗം ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒഴിപ്പണവും അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കലൊക്കെ ആയിട്ട് നടക്കുന്നവരെ ഇത് ഏൽപ്പിക്കുകയും ഇൻഫർമേഷൻ കൊടുത്ത് അത്തരത്തിലുള്ള ക്രൈം ഹിസ്റ്ററി ഉള്ളവരാണ് തൃശ്ശൂരുകാരെല്ലാവരും തന്നെ. കണ്ണൂരുകാരൻ പിടികിട്ടാനുള്ള ഒരു വ്യക്തിക്ക് കേസുകളുണ്ട്, ഇത്തരത്തിലുള്ള കേസുകളുണ്ട്. മലപ്പുറം SP R വിശ്വനാഥ് IPSന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ DYSP TK ഷൈജു, പെരിന്തൽമണ്ണ CA സുമേഷ് സുധാകരൻ, പോത്തുകൽ ഇൻസ്പെക്ടർ A ദീപ് കുമാർ, കൊളത്തൂർ ഇൻസ്പെക്ടർ P സംഗീത, പെരുമ്പടപ്പ് ഇൻസ്പെക്ടർ CV ബിജു, പെരിന്തൽമണ്ണ SIമാരായ N റിഷാദ് അലി, ഷാഹുൽ ഹമീദ എന്നിവരും മലപ്പുറം ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡുമാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. 2 കിലോയോളം സ്വർണം അന്വേഷണ സംഘം വീണ്ടെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ടുഡേ ന്യൂസ്. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.